മലപ്പുറത്ത് 17 വയസ്സുകാരിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കരാട്ടെ മാസ്റ്ററിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടവണ്ണപ്പാറ ഭാഗത്ത് നിന്ന് കുറച്ചധികം ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കരാട്ടെ മാസ്റ്ററിൻ്റെ കരാട്ടെ സെൻറ്ററിൽ നിന്ന് ഇയാളിൽ നിന്ന് നേരിട്ട ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയും പൊതുസമൂഹത്തിന് മുമ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഞാൻ പറഞ്ഞല്ലോ, ആണും പെണ്ണും ഒക്കെ ഒരുപോലെ ഇയാളുടെ കയ്യിൽ നിന്ന് വളരെ മോശമായിട്ടുള്ളൊരു അപ്രോച്ച് അനുഭവിച്ചവരുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ഒരു കണ്ടു, എക്സ്ക്ലൂസീവ് കണ്ടു. പരമഗുരുവാണ്, മനസ്സും ശരീരവും സമർപ്പിക്കണം, കരാട്ടെ മാസ്റ്റർക്കെതിരെ വെളിപ്പെടുത്തലുമായി അതിജീവത. ഓക്കെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ കുട്ടി ഈ കരാട്ടെ മാസ്റ്റർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു കേസ് കൊടുത്താലുള്ള അവസ്ഥ അറിയാലോ, എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തി ആ കേസ് എന്ത് ചെയ്യും, ഒഴിവാപ്പിക്കും. കാരണം അങ്ങനെയാണ്, ഇതാണ്ട ഒരു സ്ഥിതി അതാണെന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനത്തെ കേസുകൾ മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാവുന്നത്. ഭീഷണിയാണ്, വൻ ഭീഷണി, തട്ടിക്കളയുന്നുള്ള ഭീഷണിയാണ് മെയിൻ. അപ്പം എന്താണെങ്കിലും ഈ കുട്ടി, ഞാൻ പറഞ്ഞല്ലോ, ഈ കുട്ടി മാത്രമല്ല, ഒരുപാട് പേര് വരാൻ ഇനിയുണ്ട്. ഒരു കുട്ടിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല. ഈ കരാട്ടെ മാസ്റ്റർ വർഷങ്ങളായിട്ട് ഒരുപാട് പേരെ ഞാനൊരു ആത്മീയ ഗുരുവാണ്, ഞാൻ ഒരു പരമഗുരുവാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ മാത്രമല്ല, പാരൻസിനെ അടക്കം, അവിടെ വർക്ക് ചെയ്യുന്നവരെ അടക്കം അയാൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി അയാൾ ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ നോക്കാം. അത് ഞാനവിടെ കളിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് സെക്ഷലി പല അബ്യൂസും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശരീരത്തിലെ പല ഭാഗത്തും എന്നല്ല, മുഴുവൻ ഭാഗത്തും മൂപ്പരെ കൈയെത്തിയിട്ടുണ്ട്. ബ്രസ്റ്റിന് പിടിക്കുക, എസ്പെഷ്യലി നിപ്പിള്, അത് മാത്രം ഫോക്കസ് ചെയ്ത് പിടിക്കുക. പിന്നെ ഇതൊക്കെ പറയുന്നതിന് ഓരോ കാരണങ്ങളുണ്ട് കേട്ടോ. ബ്രസ്റ്റിൽ പിടിക്കുമ്പോൾ അത് പറയും മനസ്സറിയാൻ വേണ്ടിയിട്ടാണ്, ബ്രസ്റ്റിൽ പിടിച്ച് കഴിഞ്ഞാൽ മനസ്സറിയാൻ കഴിയും അത്രേ. പിന്നെ ഹാർട്ട് ബീറ്റ് അറിയാൻ, ബ്രീത്തിങ് ലെവൽ അറിയാൻ, ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ, ശരീരവും മനസ്സും കൂടെ കൂടിയിട്ടുള്ള കലയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ അധ്യാപനം നടത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുക. കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കുമ്പോൾ ഇനിയിപ്പോൾ അത് പാരൻസിനാണെങ്കിൽ പോലും, ഈ കുട്ടികളുടെ പാരൻസിനെ ആണെങ്കിൽ പോലും, ഇയാൾക്കത് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഇയാൾ ചെയ്യും. കാരണം നോർമലായിട്ടൊരു വ്യക്തി, ഓക്കെ, ഒരു ഗുരു ഒരു തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി പറയാണ്, ഓബിയസ്ലി കരാട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ അലൈൻമെൻറ്റിലായി, ഒരുപോലെ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ്ഡായി, വളരെ കൃത്യതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു സംഗതി പഠിപ്പിക്കുമ്പോൾ ഗുരുസ്ഥാനീയനായിട്ടുള്ള വ്യക്തി ശരീരത്തിൽ തൊടുന്നത് ഒരു മോശം പാരൻസ് ചിലപ്പോൾ അങ്ങനെയാവും ചിന്തിക്കുന്നത്. അത് മുതലെടുത്ത് കുട്ടികളുടെ ദേഹത്ത് ഇതേപോലെ വളരെ വൃത്തികെട്ട രീതിയിൽ തൊട്ടിട്ട് അതിൽ നിന്ന് മുതലെടുക്കുന്ന ഇവൻ്റെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ നിങ്ങൾ പുറത്ത് വന്ന് പറ, ഇയാളുടെ കയ്യിൽ നിന്ന് അനുഭവിച്ചത്. അല്ലാതെ നിങ്ങളിത് പുറത്ത് പറഞ്ഞാൽ മാനം കെടുവോ, അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞാൽ ഇനി നാട്ടുകാർ എന്ത് വിചാരിക്കും, പുറത്ത് പറഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ എന്താവും. നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരുന്നിട്ടാണ് ഇവനൊക്കെ വളരാനുള്ള ഒരു കളം ഇവിടെ ഒരുങ്ങുന്നത്. ഇവനൊന്നും വളർത്താൻ പാടില്ല. ഇവൻ്റെ എതിരെ ആദ്യം കേസ് കൊടുത്ത കുട്ടിയാണിത്. ഈ കുട്ടിയെയും ഫാമിലിയെയും ഭീഷണിപ്പെടുത്തി ആ കേസിൽ നിന്ന് പിൻവലിച്ച് ആ കേസിൽ നിന്ന് ഇവർ മാറി. അതുകൊണ്ട് ഇപ്പം എന്ത് സംഭവിച്ചു, അപ്പുറത്തൊരു കുട്ടിയുടെ ജീവൻ പോയി. ഇനി ഞാൻ പറഞ്ഞു, ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരുപാട് പേർക്ക് ഇയാളുടെ കയ്യിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷേ പറയാത്തത് പേടിച്ചിട്ടാണോ, അതോ എൻജോയ് ചെയ്യണമെന്നുകൊണ്ടാണോ, അതോ അറിയാഞ്ഞിട്ടാണോ, തിരിച്ചറിയാൻ കഴിയാനിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. തിരിച്ചറിയാൻ കഴിയാനിട്ട് തന്നെയാവും. കാരണം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇതിനൊക്കെ ഓരോ കാരണങ്ങൾ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. എല്ലാത്തിനും ഞാൻ പരമഗുരുവാണ്, പരമഗുരുവിനെ അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടുള്ളൂ, പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് തന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും പരമഗുരു ആണ്, നമ്മളിതിന് നിന്ന് കൊടുക്കണം എന്നുള്ളത് നമ്മളതിന് നിർബന്ധപ്പെടുകയാണ്. നമുക്ക് അത് ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരികയാണ്. സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ്. എല്ലാത്തിനും കറക്റ്റ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് മൂപ്പർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പോരാത്തതിന് എല്ലാ കാര്യവും പറഞ്ഞ് ഒരാളെ വിശ്വസിപ്പിക്കാനുള്ള കഴിവ് മൂപ്പർക്കുണ്ട്. പരമഗുരു, ഞാൻ വേറെ എന്തെങ്കിലും പറയുന്നില്ല. അതായത് ആളുകളെ ആത്മീയമായിട്ട്
ചൂഷണം ചെയ്യാന്ന്. ഇതിന് അങ്ങനെയാണ് പറയുക. ഇതിന് ആത്മീയതയുടെ ഒരു തലം ഞാൻ ഇതിൽ കാണുന്നുണ്ട്. കാരണം ഞാൻ ഗുരുത്തുല്യ, ഞാൻ പരമഗുരുവാണ്. ഞാൻ പരമഗുരു എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങളൊരു ദൈവതുല്യനായിട്ട് കാണണം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരു ഗുരുസ്ഥാനീയരായിട്ട് കാണുന്നവരായിരിക്കും പലരും. കാരണം അവർ നമുക്കൊരു കാര്യം നല്ല രീതിയിൽ പഠിപ്പിച്ചു തരല്ലേ. അപ്പം ഇത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത് മുതലെടുപ്പ് മനസ്സിലാക്കാൻ വളരെ പാടാണ്. പ്രത്യേകിച്ച് കരാട്ടെ പോലുള്ള ഒരു ആർട്ട് പഠിക്കുമ്പോൾ എന്താണെങ്കിലും നമ്മളെ പഠിപ്പിക്കാൻ വരുന്നവർ നമ്മളെ കറക്ഷൻസ്, കൈ കാലൊക്കെ കറക്റ്റ് ചെയ്യാൻ, പോസുകൾ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു സംഗതി കാണിച്ചു തരാനോ അവർ നമ്മുടെ ദേഹത്ത് തൊടും. പക്ഷെ അത് മുതലെടുക്കുന്നവരെ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അവിടെ. കുട്ടികൾ ഇപ്പോൾ ഈ ലേഡി പറഞ്ഞ പോലെ ഇത് അറിയാഞ്ഞിട്ടാണ്. കുട്ടികളായിട്ടിരിക്കുന്ന പ്രായത്തിൽ എൻ്റെ ദേഹത്ത് അയാൾ മുതലെടുത്തതാണല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് വരിക ചിലപ്പോൾ വളർന്നതിന് ശേഷമാണ്. ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. പിന്നെ അത് പുറം ലോകത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നെ മോശക്കാരിയായിട്ട് കാണൂ, എന്നെ മോശക്കാരനായിട്ട് കാണൂ എന്നുള്ളൊരു ചിന്താഗതി മനസ്സിൽ വരുമ്പോഴാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ ഇവർ മിണ്ടാതിരിക്കും തോറും മറ്റേയാൾക്ക് അവിടെ എന്താണ്, അത് ലാഭമാണ്. കാരണം ഞാനിങ്ങനെ പ്രവൃത്തി ചെയ്ത ആരും അത് മനസ്സിലാക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരുന്നിട്ടോ എനിക്കൊന്നും വരുന്നില്ലല്ലോ, എനിക്ക് ഇനി ഇത് തുറന്നുകൊണ്ട് പോവാം എന്നുള്ള ചിന്ത വരും. ഇപ്പോൾ ഒരു കുട്ടി മരിക്കേണ്ട അവസ്ഥയായി ഇതൊക്കെ പുറത്തു വരണം. കേസിന് പിന്മാറാൻ സിദ്ദീഖ് അലി മാഷിൻ്റെ അഭിഭാഷകനെ എൻ്റെ ഉപ്പേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പേനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പേനെ ഇയാളെ മകന് വളർന്നു വരുന്നൊരു പയ്യനാണ്, ഞാൻ പുറത്ത് പഠിക്കാൻ പോണതാണ്, അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്തോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റൂല, വണ്ടി കൊണ്ട് കത്തിയെടുത്ത് കുത്തിയേ ഒന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കേസ് പിൻവലിക്കേണ്ടി വന്നത്. പോലീസുകാർ ഞങ്ങളോട് ഭീഷണിയൊക്കെ വന്നതിന് ശേഷം പോലീസുകാർ പറഞ്ഞത് കേസ് പിൻവലിക്കുന്നത് തന്നെയാവും നല്ലത്, നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. കൂടുതൽ പോലീസ് ഉണ്ടായിരുന്നു, ഒരു ലേഡി പോലീസ് ഉണ്ടായിരുന്നു, അവരാണ് സംസാരിച്ചത് മുഴുവൻ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നെ കണ്ടിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഭീഷണി വന്ന സാഹചര്യത്തിൽ മൊഴി മാറ്റി പറയേണ്ടി വന്നു. കേസ് കൊടുത്തതിന് ശേഷം ഉപ്പേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പേനോട് മൊഴി മാറ്റി പറയണം, വീട്ടുകാർ തനിച്ചാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഭീഷണി സ്വരത്തിൽ ഇയാളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സിദ്ദീഖിന്റെ അഭിഭാഷകനാണ് ഭീഷണിപ്പെടുത്തിയത്. ഈ നാട്ടില് കേസിന് പോയുള്ള അവസ്ഥയാണ്. സാധാരണക്കാർക്ക് ഒരു രക്ഷയില്ലടി. നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളോ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ അത് നമ്മളെ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. കേസിന് പോയാലോ നമ്മൾ നിയമപരമായിട്ട് പോയാലടക്കം അപ്പുറത്തുള്ള ആളുകൾ ഫിനാൻഷ്യലി പൊളിറ്റിക്കലി സ്ട്രോങ് ആണെങ്കിൽ അടുത്ത ഭീഷണി തട്ടിക്കളയുന്നതാണ്. അങ്ങനെ തന്നെ വരിക, തട്ടിക്കളയും. പിന്നെ വേറെ വഴിയിൽ ജീവിക്കേണ്ട മുന്നിക്ക്. അങ്ങനെയുള്ളപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒതുക്കലുകൾ നടക്കും. എന്നിട്ടിപ്പോൾ എന്തായി ലാസ്റ്റ് പോലീസുകാർ, പിന്നെ ഇതിൽ ഇടപെട്ട CWCൻ്റെ ആളുകൾ, പബ്ലിക് പ്രോസിക്യൂട്ടർ, ഇത് നിങ്ങളുടെയൊക്കെ തെറ്റാണ്, നിങ്ങളെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ്. ഇന്നലെ ഒരുപാട് ന്യൂസിൽ എല്ലാവരും പറയുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒരു കുട്ടി മരിച്ച ആ കുട്ടിയുടെ ജീവൻ പോകുമ്പോഴെങ്കിലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്ത് വരുന്ന കേസുകൾ പ്രോപ്പറായിട്ടൊന്ന് നോക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഇതൊക്കെ ഇവിടെ നടക്കും, ഞാൻ പോലീസാണ്, ഇതൊക്കെ എനിക്ക് എന്താണെങ്കിലും നടക്കുന്നത് കാണേണ്ടി വരും, നമുക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി നോക്കിയിട്ട് പോവാം, വലിയ വള്ളിയൊന്നും പിടിക്കണ്ട. അങ്ങനെയല്ലല്ലോ. കൃത്യമായ കേസുമായിട്ട് വരുന്നവരെ നിങ്ങൾ വേണം സപ്പോർട്ട് ചെയ്യാൻ. സൊസൈറ്റി ചിലപ്പോൾ മൊത്തം എതിർത്തു എന്ന് വരും, പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ അവർക്ക് ധൈര്യം ഉണ്ടാവും. ഇല്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാൻ പോകുമ്പോൾ അതിപ്പോൾ എന്താ അങ്ങനെ സംഭവിച്ചേ, ശരിക്കും സംഭവിച്ചോ, ശരിക്കും നടന്നിട്ടുണ്ടോ, 4 ക്വസ്റ്റ്യൻ അങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അവർ തീരും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കേസുമായിട്ട് വരുന്ന പെൺകുട്ടികളോടൊക്കെ. ഞങ്ങൾ ഒരു ലേഡി മിസ് ഉണ്ട്, മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ചോദിച്ചു എനിക്കൊരു ഉമ്മ തരുമെന്ന് ചോദിച്ചു. പരമഗുരു എന്ന് പറഞ്ഞതിന് ശേഷം ഉമ്മ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ മിസ് ഉമ്മ കൊടുത്തു, ലിപ്പിൽ കിസ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെയാണ് അർപ്പണ മനോഭാവമുള്ള കുട്ടികളെ ഇങ്ങനെ ആവണം നിങ്ങളും എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചത്. സീനിയർ ലേഡീസ് വരെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാ. അപ്പോൾ കുട്ടികളായി ഞാൻ പോയ സമയത്ത് എൻ്റെ വയസ്സ് 15 ഈ ചെറിയ കുട്ടികൾ ചെറിയ പ്രായത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത ഈ പ്രായത്തിൽ ഞങ്ങൾ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ടെന്ന് അറിയാത്തൊരു പ്രായമാണ്. ആ സമയത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്നതും ബ്രെയിൻ വാഷ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. വീണ്ടും പരമക്കുരു. അതായത് അവിടെ ഉള്ള ടീച്ചേഴ്സോ സീനിയർ ഗേൾസോ ഒക്കെ ഈ ട്രാപ്പിൽ പെട്ടവരാണ്. എല്ലാവരും ഈ ട്രാപ്പിൽ പെട്ടവരാണ്. ഇയാളെ ഗുരു ട്രാപ്പിൽ. അവരൊക്കെ ഇനിയും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം
ഇത് നിങ്ങൾ മോശം വിചാരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് വിചാരിക്കും, സൊസൈറ്റി എന്ത് പറയും, ഓ ഞാൻ അത്രക്കാരിയായിരുന്നോ, ഞാൻ അത്രക്കാരനായിരുന്നോ എന്ന് സമൂഹം എന്നെ വിലയിരുത്തും. നാളെ അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ എന്നെ ആ കണ്ണിലൂടെ നോക്കും. അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ മൗനം ഇവിടെ ബ്രേക്ക് ചെയ്തേ പറ്റൂ. ലേഡീസ് ട്രെയിനർമാരുണ്ട്, പക്ഷെ ഇവർ ജസ്റ്റ് നോക്കി നിൽക്കുകയുള്ളൂ. ക്ലാസ് എടുക്കുന്നത് മുഴുവൻ സിദ്ദിഖലി സാർ തന്നെയായിരുന്നു. പക്ഷേ ലേഡീസ് ട്രെയിനർമാർക്ക് വരെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ആരും പ്രതികരിച്ചിട്ടില്ല. ധൈര്യം ഇല്ലായിട്ടാണോ അതോ അറിവില്ലാത്തതുകൊണ്ടാണോ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഞാൻ അവിടുന്ന് എനിക്ക് കുറേ അബ്യൂസ് നേരിടേണ്ടി വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് നിർത്തിപ്പോന്നു. എന്നതിന് ശേഷം ഞാൻ നാഷണൽക്ക് സെലക്റ്റായി. നാഷണൽസ് പോയ സമയത്ത് എൻ്റെ കൂടെ പോകുന്ന കോച്ചും ഞാനും പഞ്ചാബ് ഒളിച്ചോടി പോയതാണ് എന്ന് എൻ്റെ നാട്ടിൽ വാർത്ത ഉണ്ടാക്കി. എന്നതിന് ശേഷം എൻ്റെ വീട്ടുകാർക്കും എനിക്കും കുടുംബക്കാർക്കും വരെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാക്കി തന്നത്. അതിന് പിന്നാലെയാണ് കേസ് കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ അതിന് ശേഷമാണ് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ എത്ര കാലം ഇതിന് പോയിരുന്നു ക്ലാസ്? 1.5 മാസം. ആ, അപ്പോഴേക്കും നിർത്തി. ഞാൻ ആകെ ഓറഞ്ച് ബെൽറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ള കുട്ടികൾ, എൻ്റെ കൂടെ പോകുന്ന കുട്ടികൾ ബ്ലാക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞ്. ബ്ലാക്ക് ബെൽറ്റ് എടുത്ത കുട്ടികളാണ് മൂപ്പര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് മൂപ്പരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്നലെ എന്നോട് പേഴ്സണലി സംസാരിച്ച കുറേ ആളുകളും പറഞ്ഞു കേട്ടോ, ആരെ വേണമെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഒരു പവർ അങ്ങേർക്കുണ്ട്. സപ്പോസ് ഇപ്പോൾ അങ്ങേരെ ആരെങ്കിലും എതിർത്തു എന്ന് വിചാരിച്ചോ, പിന്നെ ചങ്ങായിക്ക് ആ നാട്ടിൽ നല്ല ഇമേജിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം ഇയാൾ പരമഗുരു ആണല്ലോ പലരുടെയും മുന്നിൽ. പരമഗുരു വന്നിട്ട് വേറൊരാളെ കുറിച്ചിട്ട് അവൻ വളരെ മോശക്കാരനാണ്, അവനെ ശ്രദ്ധിക്കണം, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെ ഈ പരമഗുരുവിനെ വിശ്വസിക്കുന്നവർ കാണൂ. അതാണ് അവിടുത്തെ പ്രശ്നം. ഈ കുട്ടി കേസ് കൊടുത്താലോ, ഈ കുട്ടി ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ റിയാക്ട് ചെയ്താലോ, ഇനി ഈ കുട്ടിയെ പോലെ വേറെ പലരും അവിടെ എന്ത് ചെയ്താലും അയാൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഓറ ഉണ്ട്, അയാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു പരമഗുരു ഇമേജ് ഉണ്ട്. പാരൻസിൻ്റെ മുന്നിലും ടീച്ചേഴ്സിൻ്റെ മുന്നിലും സീനിയേഴ്സിൻ്റെ മുന്നിലും കുട്ടികളുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലൊക്കെ. ആ സാധനം വെച്ചിട്ട് അയാളത് ടാക്കിൾ ചെയ്യും. അയാളുടെ കണ്ണിൽ അയാൾക്ക് പറ്റാത്തതോ അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹങ്ങൾക്ക് നിന്ന് കൊടുക്കാത്തതോ ആയിട്ടുള്ള ആളുകളെ ബാക്കിയുള്ളവരുടെ മുന്നിൽ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക, അബ്യൂസ് ചെയ്യാൻ. എതിർക്കൊന്നും ചെയ്തിരുന്നില്ല. എതിർക്കാനുള്ള ധൈര്യമില്ല. എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചീത്തയാവും എന്നുള്ള ഇതാണ് അവിടുത്തെ നിയമം. നമ്മൾ എതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയുക, ഒരു കുലപ്പഴം, ആ പഴത്തിൽ ഒരു പഴം കേടുവന്നു കഴിഞ്ഞാൽ മൊത്തം ആ കൊല മൊത്തം ഭംഗിയില്ലാതാവും. ആ കേടുവന്ന പഴം എടുത്തൊഴിവാക്കി കഴിഞ്ഞാൽ കൊലക്ക് പഴയ ഭംഗി തിരിച്ചു കിട്ടും. അങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാർ ചീത്ത ആൾക്കാരാണെന്നും പ്രതികരിക്കുന്ന ആൾക്കാരായിട്ട് കമ്പനി വെക്കാൻ പാടില്ല എന്നും അവരെ ഒഴിവാക്കി കളയണം എന്നും പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും. മുന്നേ പഠിച്ച ഒരുപാട് പേരെ പറ്റി ക്ലാസ്സിൽ പലതും പറയലുണ്ട്. അതേപോലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ പറ്റും പറയും എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റും അവിടെ ഏറ്റു പറയണമെന്ന് പറയും. എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞതിന് ശേഷം ഈ തെറ്റ് വെച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇതൊക്കെ പേടിച്ചിട്ടാവും ആരും പറയാത്തത്. ഞാനും കുറേ കാലം മിണ്ടാതിരുന്നത് ഇതൊക്കെ പേടിച്ചിട്ട് തന്നെയായിരുന്നു. ചെറിയ കുട്ടികളാവുമ്പോൾ ഓബിയസ്ലി അവർ തിങ്ക് ചെയ്യും. ഓക്കെ, ഇതിലിപ്പോൾ പാരൻസിന് വലിയ രീതിയിൽ കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം കുട്ടികളെ പറ്റിക്കുന്നത് പോലെ തന്നെ പാരൻസിനെ അവർ പറ്റിച്ചിട്ടുണ്ട്. ഇതിൽ ശരിക്കും വിമർശിക്കേണ്ടതും ഇവിടുത്തെ അധികാരികളെയാണ്, പോലീസുകാരെയും ആ നാട്ടിലെ CWCൻ്റെ വർക്കേഴ്സിനെയും. അവരൊക്കെയാണ് ശരിക്കും ഇതിൽ കൃത്യമായിട്ട് നമ്മൾ വിമർശിക്കേണ്ടത്. കാരണം അവർക്ക് ഇയാളുടെ 1-2 കേസുകളെങ്കിലും അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നതൊരു ഒതുക്കൽ പ്രക്രിയയിലൂടെ മാറ്റിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു കുട്ടിയുടെ ജീവൻ പോയത്. ഒരു കുട്ടിയുടെ ജീവൻ പോണ്ടി വന്നു ഇന്നിപ്പോൾ അത് ഇത്രയും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇനി ഇയാൾ ഈ നാട്ടിൽ എത്രയോ ആൾക്കാർ ഇതേമാതിരി ചെയ്ത് നടക്കും. ഞാൻ കേസ് കൊടുത്ത സമയത്ത് വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ SI എൻ്റെ അടുത്ത് വന്നിട്ട് പേഴ്സണലി എന്നെ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തന്നെയാണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വിശ്വാസമല്ല, ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെ സംഭവിച്ചത് ശരി തന്നെയാണോ, സത്യം തന്നെയല്ലേ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൗൺസിലിംഗ് വേണമെന്ന് ചോദിച്ച് ചൈൽഡ് ലൈനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ഡിപ്രഷനിൽ പോയിട്ടുണ്ടെങ്കിലും പിന്നെ കൗൺസിലിംഗ് ഞാൻ വേറെ പേഴ്സണലായിട്ട് വേറെ ആളെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. ഒരു മാഡം ഉണ്ടായിരുന്നു, മാഡം സപ്പോർട്ടായിരുന്നു. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കേണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ആരുടെ ഭാഗത്തൊന്നും ഒരു നിലക്കുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വാഴക്കാട് പോലീസ് സ്റ്റേഷനിലെ ജിജി എന്ന് പറഞ്ഞിട്ടൊരു മാഡമായിരുന്നു. കേസ് പിൻവലിക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിൻവലിക്കേണ്ട മോളെ
ഇത് നമ്മൾ ജയിക്കുന്നതന്നെ പറഞ്ഞിട്ട് കൂടെ നിന്നത് ആ ഒരു മാഡം മാത്രമാണ്. സമാധാനം. ഒരു പോലീസിലെ ഓഫീസർക്കെങ്കിലും കുറച്ചെങ്കിലും ഒരു ധൈര്യം ഉണ്ടല്ലോ വരുന്ന ആളുകളുടെ ഒപ്പം നിൽക്കാനുള്ളത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര കാര്യം. സിസ്റ്റം ഒപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില നാട്ടിലെ പോലീസുകാരുടെയൊക്കെ വിഷയം അതാണ്. കാരണം ഒരു നാട്ടിൽ ആ നാടിൻ്റേതായിട്ടുള്ളൊരു പൊളിറ്റിക്സ് ഉണ്ടാവും, ആ നാടിൻ്റേതായിട്ടുള്ളൊരു റിലീജിയനിസം ഉണ്ടാവും. അപ്പം അതിന് അകത്ത് പോയി പെടും. ആ നാട്ടിലെ പോലീസിൻ്റെ ഇപ്പോൾ മെയിനായിട്ടുള്ള SHO ആരാണെങ്കിലും അതിനകത്ത് പോയി പെടും. അതിനകത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ ഒരു കേസ് അവരിലേക്ക് വരുമ്പോൾ അയ്യോ ഈ നാട്ടിലെ മറ്റവും വരും, ഈ നാട്ടിലെ മറിച്ചവും വിളിക്കും, ഓ ഇയാൾ ഇന്ന ആളാണല്ലോ, അത് നോക്കണമല്ലോ. സീരിയസ് അലിഗേഷൻ വരുന്ന സമയത്ത് അതൊക്കെ നോക്കി ഒതുക്കി തീർക്കൽ പ്രക്രിയ നടത്തി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. പേരൻസിനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാനിപ്പോൾ ന്യൂസ് കണ്ടതിൽ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞത് ഈ കുട്ടീനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പേരൻസ് വിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പേരൻസിനെതിരെയാണ് കമൻറ്റ് വരുന്നത്. പക്ഷേ പേരൻസിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പേരൻസ് നിസ്സാരമാണ്. കാരണം ഈ കുട്ടികളെ കയ്യിലെടുക്കുന്നതിന് മുന്നേ പേരൻസിനെ കയ്യിലെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എൻ്റെ വാപ്പ തന്നെ സ്വന്തം മോളെ പോലെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നത്. പിന്നെ കുട്ടികളെ പറഞ്ഞ് വിശ്വസിക്കുന്ന അതേപോലെ ഞാൻ കള്ളക്കേസ് കൊടുത്തതാണ്, ഇത് കോടതി വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പേരൻസിനെ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പേരൻസ് അറിയുന്നില്ല. കേസുള്ള കാര്യം തന്നെ പേരൻസ് അറിയണം എന്നുള്ള കാര്യം സംശയമാണ്. ആ കുട്ടിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ കേസായിട്ട് മുന്നോട്ട് പോയിട്ട് ഞാൻ തോറ്റുപോയി. കാരണം അവിടെ പറയുന്നത് ഞാൻ തോറ്റു എന്നുള്ളതാണ്. ഞാൻ കേസ് പിൻവലിച്ച കാര്യം ആർക്കും അറിയില്ല. അപ്പം ഞാൻ തോറ്റു, അതേപോലെ ഓളും തോൽക്കുക എന്നുള്ളൊരു പേടി ഓൾക്കുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇപ്പം മരണപ്പെട്ട കുട്ടി എന്നോട് ഇന്നലെ കുറച്ച് പേര് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായി, മരണപ്പെട്ട കുട്ടിയുടെ വീട്ടുകാർ എന്തുകൊണ്ട് ആദ്യം കേസിന് പോയില്ല, അവരെന്തുകൊണ്ട് ആദ്യം നിയമപരമായിട്ട് നീങ്ങിയില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി അതല്ലേ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി മെൻ്റലി ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ആ ഒരു സ്റ്റേജിൽ അതൊന്നും അവർക്ക് പോസിബിൾ ആയിരുന്നില്ല വീട്ടുകാർക്ക്. സോ അതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് കേസ് കൊടുത്ത കുട്ടിയുടെ അവസ്ഥ ഇപ്പം നിങ്ങൾ കേട്ടതാണ്. ആ ഒരു അവസ്ഥ ഉള്ളപ്പോൾ നിയമത്തിൽ ആര് വിശ്വസിക്കും? നിങ്ങൾ പറ, എങ്ങനെ നിയമത്തിൽ വിശ്വസിക്കും? ഈ മരിച്ച കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയൊക്കെ ഇനിയിപ്പോൾ ഇയാൾക്കെതിരെ ഒരു കേസിന് പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒത്തുതീർപ്പല്ല നടക്കുക. അതിലും കൂടുതലൊന്നും നടക്കുന്നില്ലല്ലോ. എന്താണെങ്കിലും ഇയാളെക്കുറിച്ചുള്ള അലിഗേഷൻസ് ഇവിടെ ഒന്നും തീരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആണും പെണ്ണുമായിട്ട് ഒരുപാട് പേര് ഇയാളുടെ കയ്യിൽ നിന്ന് അനുഭവിച്ചവരുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്, അവർ പുറം ലോകത്തിനോട് പറയണോ വേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെച്ച് തന്നെ പറയണമെന്നൊന്നുമില്ല. ഐഡൻറ്റിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് പുറം ലോകത്തിനോട് പറയാം. കാരണം ലോകത്തിൽ ഇനി ഏതൊരു മാതാപിതാക്കളും അല്ലെങ്കിൽ ഏതൊരു വ്യക്തി, മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഏതൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. നമ്മളെ വളരെ മോശമായി ചൂഷണം ചെയ്യാൻ വരുന്നവർക്ക് എപ്പോഴും ഒരു നന്മയിൽ പൊതിഞ്ഞ ഒരു ഇമേജ് കൂടുതലായിരിക്കും. അത് ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. കുറേ പൊട്ടിത്തെറിച്ച് ആ ബീ ബൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരൊക്കെ കുറേ കൂടി ഓപ്പണാണ് തോന്നുന്നു എനിക്ക്. മറ്റത് ഈ സദ്ഗുരു, ഈ നന്മമരം ഇമേജ് ഇട്ട് വരുന്നവരൊക്കെ നിങ്ങളൊരു കണ്ണിലൂടെ നിങ്ങൾ നോക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ നോക്കണം, അല്ലാതെ നടക്കില്ല. കാരണം ഇവർ എന്തിൻ്റെ മുഖം മൂടിയാണ് എടുത്തിട്ട് അണിഞ്ഞിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റുന്ന പരിപാടിയാണ് ആത്മീയത, മതം. ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റുന്ന മുഖം മൂടിയാണ്. എന്നിട്ടാണ് ഗുരുവാവാം. അങ്ങനെയുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ.